എല്ലാവർക്കും വൈഷൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. സെക്കൻഡ് സെമ്മിലെ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ട്രെൻഡ്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഡി കൊസാംബി എന്ന് പറയുന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ കണ്ടത്. ആ ഡി കൊസാംബി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ കൊസാംബിയുടെ വേരിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു അല്ലേ. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, അദ്ദേഹത്തെക്കുറിച്ച് റോമില താപ്പറിൻ്റെ അഭിപ്രായം, അതേപോലെ വിൻസെൻ്റ് സ്മിത്തുമായിട്ടും ജെയിംസ് മില്ലുമായിട്ടുമൊക്കെ അദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ വ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. അതേപോലെ മാർക്സിയൻ അപ്രോച്ചസ്, മാർക്സിൻ്റെ കൺസെപ്റ്റുകളെക്കുറിച്ചൊക്കെ കൊസാംബി പറയുന്നുണ്ട്. അതിനുശേഷം കൊസാംബിയുടെ മറ്റ് ആർഗ്യുമെൻറ്റ്സുകളിലൂടെയാണ്, അതായത് മാർക്സിസ്റ്റ് ആർഗ്യുമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് ആർഗ്യുമെൻറ്റ്സുകളിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പോകുന്നത്. Kosambi's non-dogmatic approaches to history is clear when he rejected two key Marxist concepts, the Asiatic mode of production and slavery, as inapplicable to ancient Indian society. Although he accepted the concept of feudalism in Indian context, he denied the existence of serfdom. According to him, it would be more rewarding to view the early Indian society in terms of the transition from tribe to caste. അപ്പോൾ കൊസാംബിയുടെ നോൺ ഡോഗ്മാറ്റിക് അപ്രോച്ചസ് ആണ് പറയുന്നത്. നോൺ ഡോഗ്മാറ്റിക് അപ്രോച്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊസാംബീസ് നോൺ ഡോഗ്മാറ്റിക് അപ്രോച്ചസ് ടു ഹിസ്റ്ററി ഈസ് ക്ലിയർ വെൻ ഹി റിജക്റ്റഡ് the key Marxist concept, the Asiatic mode of production and slavery as inapplicable. അപ്പോൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അതേപോലെ സ്ലേവറി എന്ന് പറയുന്ന രണ്ട് മാർക്സിയൻ കൺസെപ്റ്റുകളാണ്. അതിനെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം റിജക്റ്റാണ് ചെയ്യുന്നത്, അതിനെ ഒഴിവാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെയും അതേപോലെ സ്ലേവറിയും ഒഴിവാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ കൺസെപ്റ്റിനെയാണ് നോൺ ഡോഗ്മാറ്റിക് അപ്രോച്ചസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും although accepted the concept of feudalism in Indian context, he denied the existence of serfdom. അദ്ദേഹം ഫ്യൂഡലിസം അംഗീകരിക്കുന്നുണ്ടെങ്കിലും he denied the existence of serfdom അഥവാ അടിമത്തം എന്ന് പറയുന്ന അത് നിലനിന്നിരുന്നു എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിനെ ഡിനൈ ചെയ്യുകയാണ്, നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് വുഡ് ബി റിവാർഡിംഗ് ടു വ്യൂ ദ ഏർലി ഇന്ത്യൻ സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് ദ ട്രാൻസിഷൻ ഫ്രം ട്രൈബ് ടു കാസ്റ്റ്. ഏറ്റവും കൂടുതൽ പരിവർത്തനങ്ങൾ ഉണ്ടായത് ട്രൈബിൽ നിന്നും കാസ്റ്റിലേക്കുള്ള പരിവർത്തനമാണ്, കാസ്റ്റ് സിസ്റ്റം. അതേപോലെ അതിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? ട്രൈബ്സുകൾ അല്ലേ. ട്രൈബ്സ് പറഞ്ഞതാണ് ഗോത്രങ്ങൾ. ഗോത്ര പര്യയന വ്യവസ്ഥയിൽ നിന്നും ജാതി സമ്പ്രദായത്തിലേക്കുള്ള പരിവർത്തനത്തെയാണ് കൊസാംബി അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കൂടുതലായിട്ടും പറയുന്നത്. The tribes were small, localized communities, and for the tribesmen, society as such began and ended with his tribe. The beginning and development of plough agriculture brought about radical change in the system of production. This destabilized the tribes and the clans and gave rise to caste as new form of social organization. This was an extremely crucial development. അപ്പോൾ അദ്ദേഹം ട്രൈബ്സിൽ നിന്നും കാസ്റ്റിലേക്കുള്ള പരിവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹി ആർഗ്യൂസ് ദാറ്റ് ദ പ്രീ ക്ലാസ് സൊസൈറ്റി വാസ് ഓർഗനൈസ്ഡ്. അതായത് ക്ലാസ് സൊസൈറ്റി, ജാതി വ്യവസ്ഥയൊക്കെ വരുന്നതിന് മുൻപുള്ള സമൂഹം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരുന്നു. അത് ജാതി വ്യവസ്ഥയ്ക്ക് മുമ്പുള്ള ആ ഓർഗനൈസ്ഡ് സൊസൈറ്റീനെ ഏത് പേരിൽ അറിയപ്പെടുക? ട്രൈബ് എന്ന പേരിൽ അല്ലേ. ട്രൈബ് പറയുമ്പോൾ ഗോത്രം, ഗോത്രത്തിൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അടങ്ങുന്ന ചെറു ചെറു കുടുംബങ്ങൾ അടങ്ങുന്നതാണ് ഗോത്രവും. ഗോത്രത്തിന് എപ്പോഴും ഒരു തലവൻ ഉണ്ടാവും, ഗോത്ര തലവൻ അല്ലെങ്കിൽ ഗോത്ര മുഖ്യൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു തലവൻ അവർക്കുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ആണ് ആ ട്രൈബ്സിലുള്ള മറ്റുള്ള അംഗങ്ങളൊക്കെ അംഗീകരിച്ച് ജീവിക്കുന്നത്. അതാണ് ട്രൈബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ദ ട്രൈബ്സ് were small, localized communities, and for the tribesmen, society as such began and ended with his tribes. ട്രൈബ് എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്മോൾ ആണ്, അതേപോലെ ലോക്കലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രമാണ് ഇവർ ഒതുങ്ങി താമസിക്കുക. ആൻഡ് ഫോർ ദ ട്രൈബ്സ്മെനെ സംബന്ധിച്ചിടത്തോളം
സൊസൈറ്റി ആസ് സച്ച് ബിഗാൻ ആൻഡ് എൻഡഡ് വിത്ത് ഹിസ് ട്രൈബ്. ഒരു സൊസൈറ്റി തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ആ ട്രൈബ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ദ ബിഗിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലഫ് അഗ്രികൾച്ചർ. എന്താ പ്ലഫ് അഗ്രികൾച്ചർ? കലപ്പ കൊണ്ടുള്ള കൃഷി സമ്പ്രദായമൊക്കെ ആരംഭിച്ചതോടുകൂടി റാഡിക്കൽ ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ റാഡിക്കൽ ചേഞ്ചസ് വന്നു. ഈ കലപ്പ കൊണ്ടുള്ള കൃഷി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കാളകളെ പോത്തുകളെയൊക്കെയാണ് അല്ലേ ഇങ്ങനെ കലപ്പ് കൊണ്ടുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, പ്ലഫ് കൊണ്ടുള്ള കലപ്പയൊക്കെ പൂട്ടി. ഇന്നൊക്കെയാണ് യന്ത്രങ്ങൾ വന്നത്, അതിനു മുൻപ് ഈ മൃഗങ്ങളെയാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദിസ് ഡിസ്റ്റെബിലൈസ്ഡ് ദ ട്രൈബ്സ് ആൻഡ് ക്ലാൻസ് ആൻഡ് ഗേവ് റൈസ് ടു കാസ്റ്റ് ആസ് ന്യൂ ഫോം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യവസ്ഥ ഡിസ്റ്റെബിലൈസ്ഡ്. എന്താ ഡിസ്റ്റെബിലൈസ്ഡ് പറയുന്നത്? അസ്ഥിരപ്പെടുത്തുകയാണ് അല്ലേ? അസ്ഥിരപ്പെടുത്തി എന്തിനെ? ദ ട്രൈബ്സ് ആൻഡ് ദ ക്ലാൻ എന്ന് പറഞ്ഞാൽ വംശങ്ങളാണ്. ആൻഡ് ഗേവ് റൈസ് ടു കാസ്റ്റ് ആസ് എ ന്യൂ ഫോം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. പുതിയ സാമൂഹിക സംഘടന പരമായ ഒരു കാര്യമായിട്ട് എന്ത് ഉയർന്നു വന്നു? കാസ്റ്റ് സിസ്റ്റം ഉയർന്നു വന്നു. ദിസ് വാസ് ആൻ എക്സ്ട്രീംലി ക്രൂഷ്യൽ ഡെവലപ്മെൻറ്റ്. കൊസാംബിയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രൈബ്സിൽ നിന്നും ക്ലാൻസിൽ നിന്നും സോഷ്യൽ വ്യവസ്ഥിതിയിൽ ജാതി സമ്പ്രദായം കടന്നു വന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ് കരുതുന്നത്. കൊസാംബി റൈറ്റ്സ്, the entire course of Indian history shows tribal elements being fused into a general society. This phenomenon, which lies at the very foundation of the most striking Indian social feature, namely caste, is also the great basic fact of ancient history. Kosambi tried to relate the intellectual and cultural protection with the prevailing social and economic situation. അപ്പോൾ ജാതി സമ്പ്രദായം ഒരു ക്രൂഷ്യലായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണെന്നാണ് കൊസാംബി പറയുന്നത്. അദ്ദേഹം എഴുതുകയാണ്, ദ എൻറ്റയർ കോഴ്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് ചരിത്രത്തിൻ്റെ ഓരോ ദിനങ്ങളും ആദ്യ തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രൈബൽ എലമെൻറ്റ് ബീങ് ഫ്യൂസ്ഡ് ഇൻ ടു എ ജനറൽ സൊസൈറ്റി. ഫ്യൂസ്ഡ് മീൻസ് എന്താണ്? ഉരുകിപ്പോയി. എന്തിൽ? ഒരു പൊതു സമൂഹത്തിൻ്റെ ഉള്ളിലെ ഈ ട്രൈബൽ എലമെൻറ്റ്സ് ഒക്കെ ഒതുങ്ങിപ്പോയി. പിന്നീട് കാസ്റ്റ് സിസ്റ്റമാണല്ലോ വളർന്നു വന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്നത് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഇന്ത്യൻ സോഷ്യൽ ഫീച്ചർ നെയിംലി കാസ്റ്റ് ഈസ് ഓൾസോ ദ ഗ്രേറ്റ് ബേസിക് ഫാക്ട് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ആൻഷ്യൻ്റ് ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ജാതി സമ്പ്രദായമാണ്, ഇന്ത്യ ചരിത്രമാണ് അല്ലേ. അപ്പോൾ അതിൽ ആ ജാതി സമ്പ്രദായത്തിൽ എന്തൊക്കെയുണ്ട്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ജാതി സമ്പ്രദായങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉൽപാദന ഉപാധികൾ, കൃഷി, അവരുടെ ജീവിത രീതി, അതൊക്കെ അതിൻ്റെ ഒരു പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൊസാംബി ട്രൈഡ് ടു റിലേറ്റ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ പ്രൊഡക്ഷൻ വിത്ത് ദ പ്രിവെയിലിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സിറ്റുവേഷൻ. നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ വെച്ച് ഇൻ്റലക്ച്വൽ കൾച്ചറൽ പ്രൊഡക്ഷനെ കുറിച്ചാണ് ആര് പറയുന്നത്? കൊസാംബി അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ പറയുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. Thus, according to him, the teaching of Bhagavad Gita can be understood only with the reference to the feudal society in which it originated. It therefore preaches the ideology of ruling class, which emphasized the chain of personal loyalty, which binds retainer to chief, tenant to lord, and baron to king or emperor. അപ്പോൾ ഇതിൽ സോഷ്യൽ അതിൻ്റെ കൾച്ചറൽ റോള് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ കൊസാംബിയുടെ അഭിപ്രായത്തിൽ ദസ് അക്കോർഡിംഗ് ടു ഹിം ദ ടീച്ചിങ്സ് ഓഫ് ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതിലെ റെഫറൻസ്, ഫ്യൂഡൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള റെഫറൻസുകളൊക്കെ അതിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് ഫ്യൂഡലിസം ഒറിജിനേറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, ഐഡിയോളജിക്കൽ പരമായിട്ടുള്ള പ്രീച്ചിങ്സ് ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് റൂളിംഗ് ക്ലാസ്സസ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ഒരു ചെയിൻ ആയിട്ടുള്ള പേഴ്സണൽ ലോയൽറ്റിക്കാണ്. ഒരു ചെയിൻ രൂപത്തിലുള്ള പേഴ്സണൽ ലോയൽറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് വിച്ച് ബ്ലൈൻഡ് റീറ്റെയിനർ ടു ചീഫ്, അതായത് ഈ ഫ്യൂഡൽ സിസ്റ്റം നിലനിർത്തുന്ന ആള് അദ്ദേഹത്തിൻ്റെ ചീഫിനോട് ഭയങ്കരമായ ഒരു ബൈൻഡാണ്, ഒരു വിധേയത്വമാണ് ഏറ്റവും കൂടുതൽ വെച്ച് പുലർത്തുന്നത്. അതിപ്പോൾ ചീഫായാലും ശരി, ടെനൻ്റ് ആയാലും ശരി, ലോർഡായാലും ശരി, ബാരൻ അല്ലെങ്കിൽ കിങ് ആയാലും അല്ലെങ്കിൽ എംപറർ ആയാലും ശരി, ഇവരൊക്കെ ഒരു ചെയിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്.
ചെയ്യുന്നത്. അതാണ് ഈ ഫ്യൂഡലിസത്തിലെ സോഷ്യൽ ഓർഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏറ്റവും മുകളിൽ കിങ് ഓർ എംപററാണ്, അതിൻ്റെ താഴെ ആരാണ്, പ്രഭുക്കന്മാർ വരും, അതിന് താഴെ ടെനൻസ് വരും, ടെനൻസിൻ്റെ താഴെ ടെനൻസ് ഇൻ ചീഫ് വരും, ഏറ്റവും താഴെ ആര് വരും, ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയെ മുഴുവൻ നിലനിർത്തുന്ന സാധാരണക്കാരായ ആൾക്കാർ വരും. അപ്പോൾ ഇവരൊരു ചെയിൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, കൊസാംബി പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ റിലേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ചരിത്രം ഉണ്ടാവുന്നത്, ചരിത്രം എഴുതുന്നതിൽ പ്രൊഡക്ഷൻ റിലേഷൻസ്, ഫ്യൂഡലിസം, ആൻഷ്യൻ്റ് ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ ആരുടെ രചനകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, കൊസാംബിയുടെ രചനകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സിമിലർലി ഹി കൺസിഡേർഡ് ദ ഭക്തി മൂവ്മെൻറ്റ് as preaching a sense of loyalty to the Lord, which in the earthly sense translate into loyalty and devotion to the rulers. His detailed study of the poetry of Bhartrhari in 7th century poet reflected a similar approach. He described Bhartrhari as unmistakably the Indian intellectual of this period, limited by caste and tradition in the field of activity, and therefore limited in the real grip on life. In his study of the myth, he contended that the reflected the transition of society from matriarchy to patriarchy. ഇപ്പോൾ സിമിലർലി ഹി കൺസിഡേർഡ് ദ ഭക്തി മൂവ്മെൻറ്റ് അല്ലേ, ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് ഉള്ള പ്രീച്ചിങ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എന്ത് കാണാൻ പറ്റും, ദ സെൻസ് ഓഫ് ലോയൽറ്റി, ഒരു വിധേയത്വം ടു ദ ലോഡ്, ഇൻ വിച്ച് ദ earthly sense translated into loyalty and devotion of the rulers. ഭക്തി മൂവ്മെൻറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ലോയൽറ്റി, ഡിവോഷൻ, ഭക്തിയൊക്കെയാണ് അല്ലേ ഏറ്റവും കൂടുതൽ വരിക. ഇവിടെ റൂളേഴ്സിനോടുള്ള ഭക്തിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അതാണ് ഓരോ കൊട്ടാരത്തിലുള്ള കവികൾ ആ കൊട്ടാരത്തിൽ ജീവിക്കുന്ന രാജാക്കന്മാരെ കുറിച്ചുള്ള രാജാക്കന്മാരോടുള്ള ലോയൽറ്റിയാണ് അവരെ പുകഴ്ത്തി പാടുന്നതിലൂടെ നമ്മൾ കാണുന്നത്. ഓരോ കൊട്ടാരം കവികളാണെങ്കിലും ഇപ്പോൾ ബീർബൽ ആണെങ്കിലും ശരി, അക്ബറിൻ്റെ കൊട്ടാരത്തിലെ കാര്യങ്ങൾ മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചാണക്യനായാലും ശരി, ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിൽ നടന്നിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുഴുവൻ. അപ്പോൾ ഇവരൊക്കെ എന്താ കാണിക്കുന്നത്, ലോയൽറ്റിയാണ് കാണിക്കുന്നത്. അവർ കാണിക്കുന്ന ആ ലോയൽറ്റി അവരുടെ എഴുത്തുകളിൽ കാണുന്നു. ആ എഴുത്തുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഉപാദാനങ്ങളെ നമ്മൾ തേടിയെടുക്കുന്നു. ഹിസ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദ പോയട്രി ഓഫ് ഭർതൃഹരി. ഭർതൃഹരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഭർതൃഹരി was a Hindu linguistic philosopher to whom are normally ascribed two Sanskrit texts. അതായത് അദ്ദേഹത്തിൻ്റെ നീതി ശതക എന്ന് പറയുന്നതാണ് ഏറ്റവും ഫേമസ് ആയ, ഭർതൃഹരിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് നീതി ശതക. നീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 7th സെഞ്ച്വറിയിലെ പ്രധാനപ്പെട്ട ഒരു പോയറ്റും കൂടിയാണ് ആര്, ഭർതൃഹരി. പോയറ്റ് റിഫ്ലക്ട് ദ സിമിലർ അപ്രോച്ചസ്. ഹി ഡിസ്ക്രൈബ്ഡ് ഭർതൃഹരി ആസ് അൺമിസ്റ്റേക്കബ്ലി ദ ഇന്ത്യൻ ഇൻ്റലക്ച്വൽ ഓഫ് ഹിസ് പീരീഡ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ 7ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന പോയറ്റായിരുന്നു ഭർതൃഹരി എന്നാണ് കൊസാംബി പറയുന്നത്. ലിമിറ്റഡ് ബൈ കാസ്റ്റ് ആൻഡ് ട്രഡീഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി. ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് കാസ്റ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രഡീഷൻ, പാരമ്പര്യപരമായിട്ടുള്ള ഘടകങ്ങൾ, അതൊക്കെയാണ് അക്കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആക്ടിവിറ്റികളെ കൺട്രോൾ ചെയ്തിരുന്നത്. ദെർഫോർ ലിമിറ്റഡ് ഇൻ ഹിസ് റിയൽ ഗ്രിപ്പ് ഓൺ ലൈഫ്. ഇൻ ഹി സ്റ്റഡി ഓഫ് മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സങ്കല്പങ്ങൾ അല്ലേ. ഇനി സങ്കല്പങ്ങളെ കുറിച്ചുള്ള പഠനമാകുമ്പോൾ സങ്കല്പങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുകയും എന്നാൽ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ത്, മിത്തുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗോഡ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവവേദ്യമാണ് പല സാഹചര്യങ്ങളിലും, പക്ഷെ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റുകയുമില്ല. അപ്പം അങ്ങനെയുള്ള മിത്തുകളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വെച്ച് നോക്കുമ്പോൾ he contended that they reflected the transition of society from matriarchy to patriarchy. എന്താണ് മാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ, മാതൃദായക ക്രമം. പാട്രിയാർക്കിയോ പിതൃദായക ക്രമം. മാതൃദായക ക്രമത്തിൽ നിന്നും പിതൃദായക ക്രമത്തിലേക്കുള്ള ഒരു സൊസൈറ്റിയുടെ ട്രാൻസിഷനാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാണ് ആര് പറയുന്നത്, ഡി കൊസാംബി പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഭഗവത്ഗീത ഉദാഹരണമായി എടുക്കുന്നുണ്ട്. ഇൻ്റലക്ച്വലും കൾച്ചറലുമായിട്ടുള്ള ട്രൈബ്സ്
അതേപോലെ കാസ്റ്റ് സിസ്റ്റം ഉദാഹരണമായി എടുക്കുന്നുണ്ട്, ഫ്യൂഡലിസം ഉദാഹരണമായി എടുക്കുന്നുണ്ട്, ഭക്തി മൂവ്മെൻറ്റ് ഉദാഹരണമായി എടുക്കുന്നുണ്ട്, ഭർതൃഹരി എന്ന് പറയുന്ന പോയറ്റിനെ ഉദാഹരണമായി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സൊസൈറ്റിയുടെ സാമുദായികപരമായ പരിണാമത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നിലനിർത്തിയിരുന്ന പ്രമുഖനായ ഒരു എഴുത്തുകാരനായിരുന്നു DD കൊസാംബി എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ഇനി അടുത്തത് ഫ്യൂഡലിസം ഡിബേറ്റ്സ് ആണ്. കൊസാംബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റ്സ് ആണ്. As we have seen in the previous section, DD Kosambi argued that contrary to Marx's own statement and to those of several Marxists, the Indian society do not witness a similar progression of various modes of production as happened in Europe. He said that the slave mode of production was not to be found in India. He also rejected Marx's own schema of the Asiatic mode of production as inapplicable to India. അപ്പോൾ DD കൊസാംബിയുടെ കുറച്ച് ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. നമ്മൾ പ്രീവിയസ് സെക്ഷനൊക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ മാർക്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയ കുറേ കാര്യങ്ങളെ ഇദ്ദേഹം റിജക്റ്റ് ചെയ്യുകയും എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് ചില തിയറികൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സെവറൽ മാർക്കിസ്റ്റ് ദി ഇന്ത്യൻ സൊസൈറ്റി ഡിഡ് നോട്ട് വിറ്റ്നസ് എ സിമിലർ പ്രോഗ്രഷൻ ഓഫ് വേരിയസ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആസ് ഹാപ്പൻഡ് ഇൻ ദ യൂറോപ്പ്. അതായത് യൂറോപ്പിൽ സംഭവിച്ച മാറ്റം ഇന്ത്യയിൽ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ മാറ്റം എവിടെയുമുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. യൂറോപ്പിൽ കണ്ടെത്തിയ രീതിയിലുള്ള മാറ്റം ഇന്ത്യയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഹീ സെഡ് ദാറ്റ് ദി സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അടിമത്ത സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വാസ് നോട്ട് ടു ബി ഫൗണ്ട് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഹി ഓൾസോ റിജക്റ്റഡ് മാർക്സ് ഓൺ സ്കീമ ഓഫ് ദ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാൾ മാർക്സിൻ്റെ തിയറി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ദ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ദ സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടൈപ്പ് ഓഫ് പ്രീ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് വിച്ച് വെർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോളോവിങ് എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ടാമതായിട്ട് എ കളക്റ്റീവ് ഓർഗനൈസേഷൻ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ ഹി ഓൾസോ റിജക്റ്റഡ് എന്നാണ് പറയുന്നത്. റിജക്റ്റ് ചെയ്യുകയാണ്, ഇല്ലാണ്ടാക്കുകയാണ്, നിരാകരിക്കുകയാണ്. ഹി ഓൾസോ റിജക്റ്റഡ് മാർക്സ് ഓൺ സ്കീമ ഓഫ് ദ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആസ് ഇന്നാപ്ലിക്കബിൾ ടു ഇന്ത്യ. ഇന്ത്യയിൽ അത് ഇന്നാപ്ലിക്കബിൾ ആണ്. He, however, thought that there was the existence of feudalism in India, even though he conceived it differently. He was aware that the medieval Indian society was quite differently from that Europe. One of the important characteristics of European feudalism, that is manorial system, demesne farming and serfdom, were not to be found in India. But he explained it as a result of non-existence of the slaves mode of productions in the പ്രിസീഡിങ് പീരീഡ്. അപ്പോൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ DD കൊസാംബി നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹി ഹവർ തോട്ട് ദാറ്റ് ദർ വാസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫ്യൂഡലിസം നിലനിന്നിരുന്നു. ഈവൻ ദോ ഹി കൺസീവ് മീൻസ് എന്താണ്, ഇവിടെ നോക്കി കാണുകയാണ്. ഈ ഫ്യൂഡലിസത്തെ ഡിഫറൻ്റ്ലി ആയിട്ട് അദ്ദേഹം നോക്കി കാണുകയാണ്. ഹി വാസ് അവെയർ ദാറ്റ് ദ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി വാസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മധ്യകാല ഇന്ത്യൻ സമൂഹം, ആ കാലഘട്ടത്തിലാണല്ലോ ഇവിടെ ഫ്യൂഡലിസം ഒക്കെ നിലനിന്നിരുന്നത്. ആ മധ്യകാല ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നും ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറോപ്യൻ ഫ്യൂഡലിസം, യൂറോപ്യൻ ഫ്യൂഡലിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഒന്ന് മനോറിയൽ സിസ്റ്റം, 2 ഡെമസ്നി ഫാമിംഗ്, മൂന്നാമതായിട്ട് സെർഫ്ഡം. മനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? Manorial system refers to the system of agricultural estate in the Middle Ages owned by a lord and run by serfs or peasants. അതാണ് മെനോറിയൽ സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞതാണ് എന്ത്, ഡെമസ്നി ഫാമിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഡെമസ്നി ഫാമിംഗ് ഓർ ഡൊമെയിൻ was all the land retained and managed by
a load of the manor under feudal system for his own use, occupation or support. അതാണ് ഡൊമസ്നി ഓർ ഡൊമെയിൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി സെർഫ്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അടിമത്തമാണ്. Condition in a medieval Europe in which the tenant farmer was bound to a hereditary plot of land and will of his landlord. അതാണ് എന്തെന്ന് പറയുന്നത് സെർഫ്ടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറോപ്യൻ ഫ്യൂഡലിസം ദാറ്റ് ഈസ് മനോറിയൽ സിസ്റ്റം, ഡൊമസ്നി ഫാമിംഗ് ആൻഡ് സെർഫ്ടം. അതൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. were not to be found in India എന്നാണ് പറയുന്നത്. But he explained it as a result of a non-existence of slave mode of production. He explained as a result of the non-existence of the slave mode of പ്രൊഡക്ഷൻ ഇൻ ദ പ്രൊസീഡിങ് പീരീഡ്. അതായത് മുൻപുള്ള കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇവിടെ ഒരു സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ നിലനിന്നിരുന്നു. കാരണം ഇവിടെ ഫ്യൂഡലിസം നിലനിന്നിരുന്നു എന്ന് ആര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? കൊസാംബി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഹി ഫർദർ ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ 2 types ഓഫ് ഫ്യൂഡലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഫ്യൂഡലിസം നിലനിന്നിരുന്നു എന്നാണ് കൊസാംബി പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഫ്യൂഡലിസം ഫ്രം എബോവ് ആൻഡ് ഫ്യൂഡലിസം ഫ്രം ബിലോ. Feudalism from above means a state wherein an emperor or powerful king levied tribute from subordinate who still ruled in their own right and did what they liked within their own territories as long as they paid the paramount ruler. അതാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഡി കൊസാംബി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് 2 തരത്തിലുള്ള ഫ്യൂഡലിസത്തെക്കുറിച്ച്. ഫ്യൂഡലിസം ഫ്രം എബോവ് ആണ്, ഫ്യൂഡലിസം ഫ്രം ബിലോ ഉണ്ട്. ഫ്യൂഡലിസം ഫ്രം എബോവ് എന്താണെന്ന് നോക്കിയാൽ എന്താണ് ഏറ്റവും എബോവ് ആയിട്ടുള്ള ഫ്യൂഡലിസം എന്ന് പറയുന്നത്? എ സ്റ്റേറ്റ് വെറിൻ ആൻ എംപറർ ഓർ പവർഫുൾ കിങ്. രാഷ്ട്രമാണ് ഏറ്റവും ശക്തനായ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ആയിട്ട് വർത്തിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ആണ്. അത് ജനങ്ങളിൽ നിന്ന് ട്രിബ്യൂട്ടിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്, ട്രിബ്യൂട്ടുകൾ സ്വീകരിക്കുന്നുണ്ട്. ടാക്സിൻ്റെ രൂപത്തിലുള്ള ട്രിബ്യൂട്ടുകൾ ജനങ്ങളിൽ നിന്നും അതിൻ്റെ സബോർഡിനേറ്റ്സിൽ നിന്നും ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് ആണ്. അതാണ് ഭരിക്കുന്നത്. അതിൻ്റേതായ ടെറിട്ടറികളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അത് അതിൻ്റെ ഭരണം നടത്തുന്നു. അവിടുത്തെ സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സസ് പിരിച്ചെടുക്കുന്നു. അവിടുത്തെ പാരാമൗണ്ട് റൂളറായിട്ട് സ്റ്റേറ്റ് വർത്തിക്കുന്നു. എന്താ പാരാമൗണ്ട് റൂളർ എന്ന് പറഞ്ഞാൽ? പരമപ്രധാനമായ ഭരണാധികാരിയായിട്ട് രാഷ്ട്രം വർത്തിക്കുന്നുണ്ട്. ബൈ ഫ്യൂഡലിസം ഫ്രം ബിലോ. ഇനി ബിലോ ഫ്യൂഡലിസം ഫ്രം ബിലോ നോക്കുകയാണെങ്കിൽ ഈസ് മീൻ ദാറ്റ് ദ നെക്സ്റ്റ് സ്റ്റേജ് വെർ ദ ക്ലാസ് ഓഫ് ലാൻഡ് ഓണേഴ്സ് ഡെവലപ്ഡ് വിതിൻ ദ വില്ലേജ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ പെസൻട്രി ഗ്രാജുവലി ടു വീൽഡ് ആംഡ് പവർ ഓവർ ദ ലോക്കൽ പോപ്പുലേഷൻ. ദിസ് ക്ലാസ് വാസ് സബ്ജക്റ്റ് ടു സർവീസ്, ഹെൻസ് ക്ലെയിംഡ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ സ്റ്റേറ്റ് പവർ വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് എനി അതർ സ്ട്രാറ്റം. അപ്പോൾ ഇനി ഫ്യൂഡലിസം ഫ്രം ബിലോ ആണ് നമ്മൾ നോക്കുന്നത്. ബിലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും താഴേക്കിടയിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ ബിലോ മീൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് വേറെ ക്ലാസ് ഓഫ് ലാൻഡ് ഓണേഴ്സ് ഡെവലപ്ഡ് വിത്ത് ദ വില്ലേജസ്. ഈ വില്ലേജുകളിലുള്ള ഭൂപ്രഭുക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വില്ലേജുകളിലെ ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ വാസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് ഉണ്ടാവും. ആ ലാൻഡിൽ പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുറേ ആൾക്കാരെ അവർ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അവരിൽ നിന്ന് നികുതി ഈടാക്കിയിട്ട് ഈ വില്ലേജിൻ്റെ ഓണേഴ്സ് സ്റ്റേറ്റിന് ടാക്സ് കൊടുക്കും. ഇപ്പോൾ പെസൻട്രിയാണ് അവിടുത്തെ നിർണായകമായ, കർഷകരാണ് അവിടുത്തെ നിർണായകമായിട്ടുള്ള കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നത്. അവർ പണിയെടുക്കും. അവരുടെ കയ്യിൽ നിന്ന് ഈ വില്ലേജ് മാൻ ടാക്സ് കളക്ട് ചെയ്യും. അതിൽ ഒരു ഭാഗം അവർ ലെവിയായിട്ട് ആർക്ക് കൊടുക്കും? സ്റ്റേറ്റിന് കൊടുക്കും. അപ്പോൾ ഗ്രാജുവലി ടു വീൽഡ് ആംഡ് പവർ ഓവർ ദ ലോക്കൽ പോപ്പുലേഷൻ. അതേപോലെ എന്താ പറയുക, വീൽഡ് ചെയ്യുക മീൻസ് പ്രയോഗിക്കുക. ആംഡ് പവറൊക്കെ നികുതിയൊക്കെ കൊടുക്കാണ്ടിരുന്നാൽ ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും? ആംഡ് പവറൊക്കെ ഈ ലോക്കൽ പോപ്പുലേഷൻ്റെ നേരെ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ദിസ് ക്ലാസ് വാസ് സബ്ജക്റ്റ് ടു സർവീസ്,
ഹെൻസ് അപ്പോൾ ഒരു ആംഡ് പവറിനെ ഇവർ നിലനിർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നികുതി കൊടുക്കാത്തവരെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ആ വില്ലേജിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹെൻസ് ക്ലെയിംഡ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ സ്റ്റേറ്റ് പവർ വിത്തൗട്ട് ദി ഇൻ്റർവെൻഷൻ ഓഫ് എനി അതർ സ്ട്രാറ്റം. സമൂഹത്തിലെ മറ്റുള്ള നിലവാരത്തിലുള്ള ആളുകളുടെ ജീവിതത്തിലൊന്നും ഇടപെടാതെ സ്റ്റേറ്റുമായിട്ടൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നിലനിർത്തുന്ന ഒരു ആംഡ് ഫോഴ്സിനെ നിലനിർത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ രണ്ട് തരത്തിലുള്ള ഫ്യൂഡലിസം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫ്യൂഡലിസം ഫ്രം എബോ, അവിടെ സ്റ്റേറ്റ് ആണ് പാരാമൗണ്ട് റൂളറായിട്ട് നിലനിൽക്കുന്നത്. ഫ്യൂഡലിസം ഫ്രം ബിലോ, അവിടെ ഫ്യൂഡലിസം ഫ്രം ബിലോയിലെ ലാൻഡ് ഓണേഴ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് അവരൊരു ആംഡ് ഫോഴ്സിനെയൊക്കെ നിലനിർത്തുന്നുണ്ട്. അവർ സ്റ്റേറ്റുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ നിർണായക കണ്ണി എന്ന് പറയുന്നത് പെസൻസ് ആണ്. ഇതൊക്കെയാണ് കൊസാംബിയുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതിൽ വരുന്നത് RS ശർമ്മയുടെ ആർഗ്യുമെൻറ്റ്സ് ആണ്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ കൊസാംബിയുടെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.